ഹലോ, വെൽക്കം ടു എ ന്യൂ ഡേ. അപ്പോഴുണ്ടല്ലോ ഇന്ന് ഇപ്പോൾ സമയം 1 മണി. ഓക്കെ, ഭക്ഷണം കഴിക്കാൻ പോവാണ്. ആക്ച്വലി എന്താ വെച്ചാൽ നല്ല വയ്യായിണ്ട്. ചെസ്റ്റ് ഇൻഫെക്ഷൻ ആണെന്നാണ് എൻ്റെ ഒരു ഇപ്പോഴത്തെ നിഗമനം. അടിക്കുന്നത് വരും. അപ്പോഴുണ്ടല്ലോ നമുക്ക് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു സംഭവം ഉണ്ടാക്കാം. അതായത് ബ്രോക്കലി ജസ്റ്റ് ഒന്ന് വഴറ്റിയതാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ബട്ടർ ഇടുക. സോൾട്ടഡ് ബട്ടറാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ചില്ലി ഫ്ലേക്സ്, അത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. വെറുതെ ഇങ്ങനെ ബട്ടറിൽ കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് ഇങ്ങനെ എന്താ പറയുക, നമ്മളുടെ ബ്രോക്കലി ഇങ്ങനെ മിക്സ് ചെയ്തൊന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നമുക്കിങ്ങനെ കഴിക്കാം. അപ്പോൾ എനിക്ക് എന്താ പറയുക, ഒരു ഫ്ലേവർ ചേഞ്ച് വേണം എന്നുള്ളതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് ചില്ലി ഫ്ലേക്സും കൂടി ആഡ് ചെയ്തു. ഇച്ചിരി അധികം എരിവായി പോയി, പക്ഷേ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. എനിക്കത് കുഴപ്പമില്ല. അങ്ങനത്തെ ഒരു ടേസ്റ്റിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതാണ് കൂടുതൽ കഴിക്കാനെടുത്തത്. എന്നിട്ട് ചോറ് കുറച്ചെടുക്കും കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്തിട്ട് അങ്ങനെ കഴിക്കാം. ഡയറ്റുള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. പിന്നെ ബ്രോക്കലി എന്ന് പറയുന്നത് നമ്മൾ ലേഡീസിന് പ്രത്യേകിച്ച് വളരെ നല്ല ഒരു ഫുഡാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഞാനിതേ പ്രിപ്പയർ ചെയ്തു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് വീണ്ടും കുറച്ചും കൂടിയും ബ്രോക്കലിയും ബട്ടറും സോൾട്ടൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇതാണ് ഞാൻ ലഞ്ചിൻ്റെ കൂടെ ഇന്ന് എടുത്തത് കേട്ടോ. പിന്നെ ഈ ബ്രോക്കലിയുടെ കൂടെ ഞാൻ കഴിക്കുന്നത് കൂന്തൽ റോസ്റ്റും പിന്നെ കുറച്ച് പുളിശ്ശേരിയുമാണ് കേട്ടോ. അപ്പോൾ അത് തലേ ദിവസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നതാണ് രണ്ടും തന്നെ. അപ്പോൾ അതൊക്കെ മസാലയൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ടുണ്ട്. എനിക്ക് കൂടുതൽ ഇങ്ങനെ തലേ ദിവസം റെഡിയാക്കി, ഞാൻ ഈവനിങ്ങിലാണ് കൂടുതലും കറിയൊക്കെ റെഡിയാക്കി വെക്കുക. എന്നിട്ട് പിറ്റേ ദിവസത്തേക്ക് അതെടുക്കും. അങ്ങനെയാണ് കേട്ടോ ചെയ്യുക. എനിക്കത് ഇഷ്ടമാണ് അങ്ങനെ. അപ്പോൾ എന്താ വെച്ചാൽ കറിയൊക്കെ എല്ലാം സെറ്റാവും നന്നായിട്ട്. നമ്മൾ മീൻ കറിയൊക്കെ വെക്കുമ്പോൾ അത് ഇരിക്കും തോറും അല്ലേ ടേസ്റ്റ് വരിക. അപ്പോൾ അതുപോലെ തന്നെ ഇതും അതുപോലെ തന്നെ നന്നായിട്ട് ഇരിക്കും തോറും നല്ല ടേസ്റ്റ് വരും. ഈ കൂന്തൽ റോസ്റ്റ് 2 ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ പറയും അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് എടുത്ത് കഴിക്കണത് നല്ലതല്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയും. പക്ഷേ എങ്കിൽ പോലും എനിക്കത് പേഴ്സണലി ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കുറച്ച് ദിവസം നല്ല ഡയറ്റിലായിരുന്നു. പിന്നെ ഡയറ്റൊക്കെ പോയി. കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല കുറച്ച് ഓട്ടങ്ങളും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് നല്ല വയ്യാണ്ടായി. ആദ്യം ഉണ്ണിക്ക് പനിയും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ അതൊക്കെ ഇപ്പോൾ മാറി. അവളൊന്ന് ഓക്കെ ആയി വന്നപ്പോഴേക്കും എനിക്ക് നന്നായിട്ട് ചെസ്റ്റ് ഇൻഫെക്ഷൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ സംഭവം വരുമ്പോൾ നല്ല പേടിയാണ്. കാരണം വേറെ ഒന്നുമല്ല, ഒരു പ്രാവശ്യം എനിക്ക് ലങ്സിന് ഇൻഫെക്ഷൻ വന്നു. ഇൻഫെക്ഷൻ വന്നതെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു ഞാൻ തീർന്നു പോകുന്നു. അതുപോലെ സംസാരിക്കാൻ പറ്റില്ല, ശ്വാസം എടുക്കാൻ പറ്റില്ല, ഒന്നുമില്ല, ഒരേ കിടപ്പ്. ചേട്ടൻ ഇവിടെ ഇല്ല, ഉണ്ണി ഞാനും മാത്രം. ഉണ്ണി അന്ന് കുറച്ചും കൂടി ചെറുതായിരുന്നു. അപ്പോൾ കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി. ഡോക്ടർ പലതവണ ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റ് ആവാൻ പറഞ്ഞിട്ട് എനിക്ക് പറ്റാത്തൊരു കണ്ടീഷൻ, അങ്ങനെ എല്ലാം കൂടിയായിട്ട് ഞാൻ വളരെയധികം പേടിച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ ഒട്ടും ആവി പിടിക്കാത്ത ഒരാളായിരുന്നു. പക്ഷെ ഇപ്പോൾ ചെസ്റ്റിന് എന്തെങ്കിലും ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നി ഞാൻ ഉടനെ ആവി പിടിക്കും. അപ്പോൾ ഇന്നോട്ട് ഉടനെ എന്ന് വെച്ചാൽ അങ്ങനെയല്ല, നോക്കും എങ്ങനെയാണ് അതിൻ്റെ സംഭവം എന്ന്. അപ്പോൾ നോക്കിയിട്ട് ആവി പിടിക്കൽ തുടങ്ങും കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ ഇപ്പോൾ എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഉണ്ണിനെ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ചെസ്റ്റിന് ബുദ്ധിമുട്ടായി. അതെന്ന് വെച്ചാൽ നമ്മൾ ചെറുതായിട്ടൊരു യാത്ര പോയിട്ടുണ്ടായിരുന്നു, ഒന്ന് നെല്ലിയാമ്പതി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇപ്പോൾ മുമ്പത്തെ പോലെ അങ്ങനെ ട്രാവൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് തണുപ്പുള്ള സ്ഥലത്തേക്ക്. പിന്നെ ബസ്സിലുള്ള യാത്ര അതൊന്നും പറ്റില്ല. കുറേ വർഷങ്ങളായിട്ട്, കല്യാണം കഴിഞ്ഞ ശേഷം തന്നെ പറയാം, കല്യാണം കഴിഞ്ഞ ശേഷം ഞാൻ ബസ്സിൽ അങ്ങനെ യാത്ര ചെയ്തിട്ടേ ഇല്ല, വളരെ റെയർലി. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാമെന്ന് തോന്നുന്നു. പിന്നെ പ്രായമായല്ലോ, അപ്പോൾ അതിൻ്റെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും തന്നെ എനിക്ക് ഇപ്പോൾ ഒട്ടും പറ്റില്ല കേട്ടോ ബസ് യാത്രയൊന്നും. അപ്പോൾ എനിക്ക് 1-2 ദിവസം ബസ്സിൽ യാത്രയുണ്ടാവുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു. പിന്നെ പാലക്കാട് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. എനിക്ക് അവിടുത്തെ ക്ലൈമറ്റൊന്നും ഇപ്പോൾ ഒട്ടും പറ്റുന്നില്ല. അയ്യോ, എനിക്കറിയില്ല. അങ്ങനെ പറയുമ്പോൾ വിചാരിക്കും അയ്യോ അവിടെ, പക്ഷേ ജനിച്ചു വളർന്നു അതൊക്കെ ശരിയായിരിക്കാം. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച് നമുക്കതൊന്നും പറ്റുന്നില്ല. ഓക്കെ, അങ്ങനെ കേട്ടോ. അപ്പോൾ അത് എനിക്കിപ്പോൾ വയ്യാതെ. അപ്പോൾ കണ്ടാൽ പറയില്ല എന്ന്. നമുക്ക് വയ്യാതെയായോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മാനസിക വിഷമമുണ്ടോ, ഇപ്പം എനിക്ക് വിഷമമുണ്ടെന്നില്ല കേട്ടോ, നമ്മളെന്തെങ്കിലും പ്രശ്നങ്ങളിലാണോ, ഇതൊന്നും നമ്മളെ കാണുന്ന പുറത്തുള്ള ഒരാൾക്ക് അറിയില്ല. നമ്മളെന്താണെന്നും നമ്മളുടെ വിഷമങ്ങൾ എന്താണെന്നും
നമ്മളുടെ പ്രശ്നങ്ങൾ എന്താണെന്നും ഇതൊക്കെ നമുക്കും നമ്മളോടൊപ്പം നിൽക്കുന്നവർക്കും മാത്രമേ അറിയുള്ളൂ നമ്മൾ ഏത് അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന്. അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ പെട്ടെന്ന് വീട്ടിലേക്ക് ഒരാൾ കയറി വന്നു കഴിഞ്ഞാൽ ഞാൻ വയ്യാണ്ടാണെന്ന് അവരെ കാണിക്കേണ്ട ആവശ്യം എനിക്കില്ല. എനിക്ക് വയ്യായാണ് ആണെന്നുള്ളത്, ഹെൽത്ത് ബുദ്ധിമുട്ടാണെന്നുള്ളത് എനിക്കറിയാം. ഓക്കെ, ഇന്നലെ ഒട്ടും സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഉടനെ ഫസ്റ്റ് ചെയ്ത കാര്യം ആവി പിടിക്കലാണ്. അതിനുശേഷം കുറച്ചൊന്ന് ബെറ്റർ ആയി സംസാരിക്കാനൊക്കെ പറ്റിയത് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തായാലും ഞാൻ പറഞ്ഞു വന്നതെന്താ വെച്ചാൽ നമ്മളുടെ ഡയറ്റ് കുറച്ച് പോയി കിടക്കുമായിരുന്നു. എനിക്ക് പിന്നെ എന്ന് വെച്ചാൽ ഷുഗർ ഇപ്പോൾ കുറവാണെന്നാണ് തോന്നണേ. അപ്പോൾ അത് കാരണം കൊണ്ട് കംപ്ലീറ്റ് കാർബോ കട്ട് ചെയ്തിട്ടുള്ള ഡയറ്റായിരുന്നു എടുത്തിട്ടുണ്ടായത്. അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് 1 മണിയൊക്കെ ആകുമ്പോഴേക്കും കറക്റ്റ് ആ ഒരു ടൈം ആകുമ്പോഴേക്കും രാവിലെ നേരത്തെ കഴിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് 12-12:45 ആകുമ്പോഴേക്കും കഴിക്കണം. പിന്നെ ഞാൻ പോയി വന്നിട്ട് ചിലപ്പോൾ ജ്യൂസ് എന്തെങ്കിലും കഴിക്കും. അങ്ങനെ കൂടുതലും വാട്ടർമെലനാണ് കഴിക്കുക. എനിക്കിഷ്ടം അത് തന്നെയാണ്. എനിക്ക് വേറെ അങ്ങനെ സാധനങ്ങളൊന്നും പ്രത്യേകിച്ച് ഇഷ്ടമില്ല. പിന്നെ ഷമാം ഇഷ്ടമാണ്, പക്ഷേ ഇപ്പോൾ ഷമാം അങ്ങനെ അധികം കിട്ടുന്നില്ല, നല്ലത് കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് കൂടുതലും ഞാൻ വാട്ടർമെലൻ തന്നെയാണ് കഴിക്കണേ. അപ്പോൾ അത് കഴിക്കാറുണ്ട്. പക്ഷേ അത് ലേറ്റ് ആയി കഴിഞ്ഞാൽ എൻ്റെ താടിയൊക്കെ ഇങ്ങനെ ആവും. ഇങ്ങനെ ആവില്ലേ, അങ്ങനെ ആവും. എനിക്ക് തോന്നുന്നു അപ്പോൾ ഷുഗർ കുറയുന്നുണ്ടാവും, ഷുഗർ ഡൗൺ ആവുന്നുണ്ടാവും. അങ്ങനെ ആയിരിക്കും ഞാൻ വിചാരിക്കണം കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ കഴിയുന്നതും നേരത്തെ ഫുഡ് കഴിക്കും. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒന്നാമത് ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ തൃശ്ശൂർ ടു പാലക്കാട്, എറണാകുളം ആ ഒരു യാത്രകളായതുകൊണ്ട് തന്നെ എനിക്ക് ഡയറ്റൊന്നും അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ കിട്ടിയ ഫുഡൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഇപ്പോൾ ഈ പരിപാടി നിന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ അപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കാം. ഇന്നത്തെ ഫുഡ് അതെ, മോര് കാച്ചിയതല്ല, പുളിശ്ശേരിയാണിത്. കഷ്ണമില്ലാത്ത പുളിശ്ശേരി ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ കൂന്തൾ കണ്ടോ, കൂന്തളാണ്. പിന്നെ ഇത് നമ്മുടെ ബ്രോക്കലി ഇപ്പം തന്നെ ഞാൻ ഉണ്ടാക്കിയില്ലേ, ബട്ടറിൽ കുറച്ച് ചില്ലി സോസും സോൾട്ടും, സോറി ചില്ലി സോസല്ല, ചില്ലി ഫ്ലേക്സ്, മുളക് ചതച്ചത് അതിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയതാണ്. മുളക് ഇടുന്നത് നമ്മളിത് മാത്രം കഴിക്കുകയാണെങ്കിൽ ഒരു ടേസ്റ്റിന് നല്ലതാണ്. ഓക്കെ, അതാണ് കേട്ടോ. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് പതിവ് പോലെ പാത്രം കഴുകലാണ്. അപ്പോൾ ഞാൻ കുറച്ച് പാത്രങ്ങൾ അവിടെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. അത് ചില ദിവസങ്ങളിൽ അങ്ങനെ കുറച്ച് മടിയുണ്ടാവും കേട്ടോ. എനിക്ക് പൊതുവെ അങ്ങനെ ഇഷ്ടമില്ല. പക്ഷേ ചില ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വയ്യാതിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഞാൻ അങ്ങനെ ഇട്ട് വയ്ക്കും. പിന്നെ ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ അടുക്കളയിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറെ എന്തെങ്കിലും ജോലിക്ക് പോയിട്ട് പിന്നെ ആ വഴി ഇങ്ങനെ ബാക്കിയുള്ള പല കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ വീണ്ടും ഇതിലേക്ക് എത്തുക. അടുക്കളയ്ക്ക് തന്നെ വരുന്നത് അപ്പോഴായിരിക്കും. അപ്പോഴാണ് അയ്യോ പാത്രം കഴുകാനുണ്ടല്ലോ എന്നൊക്കെ ഓർമ്മ വരും. മറന്നു പോകുന്ന ഘട്ടങ്ങൾ കൂടുതൽ നമ്മൾ അങ്ങനെ ഇടാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ പിന്നെ അതേപോലെ നമുക്ക് കുറേ മുൻപ്, അതായത് കുറച്ചും കൂടി പ്രായം മുമ്പ് ഉണ്ടായിരുന്ന പല കാഴ്ചപ്പാടുകളും മാറും. അതായത് മുമ്പൊക്കെ എനിക്ക് എത്ര ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും എനിക്ക് വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കണം എന്നെങ്കിൽ ഭയങ്കര നിർബന്ധമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഒരു എടുത്തുചാട്ടവും അല്ലെങ്കിൽ അതൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ഫസ്റ്റ് ആരോഗ്യമാണ് വലുത് എന്നുള്ളതാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ ഇതൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് പിന്നെ എനിക്ക് അത് മാത്രമല്ല കേട്ടോ, ഉണ്ണീൻ്റെ കാര്യം കൂടിയുണ്ട്. അപ്പം നമുക്ക് വയ്യാതെ ഇപ്പം ഞാനും ചേട്ടനും മാത്രമായിരുന്നപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഒരു സ്ഥലത്ത് കിടക്കാം, അത് എന്തായാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ വേണമെങ്കിൽ ചിന്തിക്കായിരുന്നു. അല്ലെങ്കിൽ ഞങ്ങൾക്ക് 2 പേർക്ക് മാത്രമല്ലേ ഓരോന്ന് ചെയ്യാറുണ്ട്. അപ്പോൾ വളരെ കുറച്ച് കാര്യങ്ങളാണ്. ഇതിപ്പോൾ നമ്മളുടെ ഹെൽപ്പില്ലാതെ ഉണ്ണിക്ക് ഒരു കാര്യങ്ങളും നടക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ തന്നെ അതെല്ലാം ചെയ്യേണ്ടി വരും. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ കുറച്ചും കൂടി ആരോഗ്യത്തോടെ ഇരുന്നാൽ മാത്രമാണ് എനിക്ക് അവൾക്ക് അതെല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അത് കാരണം ഞാനിപ്പോൾ കുറച്ചും കൂടി വയ്യായികയൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് റെസ്റ്റ് ചെയ്യേണ്ട സമയത്തോളം മാക്സിമം റെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ജോലി എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ജോലി തീർക്കാൻ വേണ്ടി ഞാൻ നടക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പോത്തീസിൽ പോയപ്പോൾ അവിടെ നിന്ന് എനിക്ക് കൂവ കിട്ടിയതാണ്. കൂവക്കിഴങ്ങ് എന്ന് പറയും, കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. വേറെ സ്ഥലങ്ങളിലൊക്കെ എന്താണ് ഇതിൻ്റെ പേര് പറയാമെന്നറിയില്ല. ഞാൻ ജനിച്ച് വളർന്നത് പാലക്കാടായതുകൊണ്ട് അവിടെ കൂവ എന്നാണ് പറയുന്നത്. പണ്ട് നമ്മുടെ പറമ്പിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നൊരു സാധനമാണ്. ഇപ്പോൾ കാണാൻ പോലും കിട്ടാറില്ല കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട്. ഞാനിങ്ങനെ കിഴങ്ങ് വർഗ്ഗങ്ങളൊന്നും കഴിക്കില്ലായിരുന്നു. പക്ഷേ എനിക്കൊരു പ്രായം കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ അപ്പച്ചനെയും അമ്മാമേനെയൊക്കെ മിസ് ചെയ്യുക. അവരാണ് ഇങ്ങനെ ഓരോ സമയത്ത് ഓരോ കിഴങ്ങുകളൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ അവരെ ഓർമ്മ വരുമ്പോഴും പിന്നെ ആ പഴയൊരു നൊസ്റ്റാൾജിയൊക്കെ വരുമ്പോഴാണ് ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാറ്. അപ്പോൾ എന്തായാലും ആകെ 3-4 എല്ലാം തീർന്നിരുന്നു. എനിക്ക് ലാസ്റ്റ് ഒരു കുറച്ചുണ്ടായിരുന്നതിന് ഒരുപാട് തിരഞ്ഞിട്ടാണ് ഒരു 4-5 കിട്ടിയത്. ചെറിയ പീസായിരുന്നു. അപ്പോൾ അതും കൂടി ഞാൻ വേവിക്കാൻ വെക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമില്ല,
നമുക്ക് നമ്മളുടെ ആരോഗ്യം ഉണ്ടെങ്കിൽ തന്നെയാണ് എന്ത് കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ചേട്ടൻ ജോലിക്ക് പോകണം, ഉണ്ണി ചെറുതാണ്, അവർക്ക് എനിക്ക് വേണ്ടി ഒന്നും ചെയ്ത് തന്നുകൊണ്ട് നിൽക്കാനുള്ള പറ്റില്ല. അപ്പോൾ അതിനുള്ള സാഹചര്യവും ഇല്ല. ചേട്ടനൊക്കെ ഇവിടെ ഉണ്ടെന്ന് വെച്ചാൽ ആൾ പറ്റുന്ന പോലെയൊക്കെ ആൾ ഹെൽപ്പ് ചെയ്യും. പിന്നെ ആളും ജോലി കഴിഞ്ഞ് വരുന്നതല്ലേ, അന്ന് കഴിയുമ്പോൾ ആൾക്കും ഈ പറഞ്ഞ പോലെ ഞങ്ങളെപ്പോലെ ഫിസിക്കലി വയ്യായികകളും കാര്യങ്ങളൊക്കെ ആൾക്കും ഉണ്ടാവും. ആൾ ജോലിക്ക് പോകുമ്പോഴാണെങ്കിൽ ഒരുപാട് ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സമയത്തിന് കറക്റ്റായിട്ട് ഭക്ഷണം കിട്ടുമോ അല്ലെങ്കിൽ നല്ല ഭക്ഷണം കിട്ടുമോ അങ്ങനെ ഒന്നുമില്ലാത്ത സിറ്റുവേഷൻസിലൊക്കെ ഒരുപാട് കടന്നു പോകുന്നതാണ്. അപ്പോൾ ആൾക്ക് ഈ വീട്ടിൽ വരുമ്പോൾ മാത്രമാണ് കുറച്ചൊന്ന് റെസ്റ്റ് കിട്ടുന്നത്. കാര്യം ഞങ്ങൾ വീട്ടിലിരിക്കാൻ സമ്മതിക്കാറൊന്നുമില്ല, പുറത്തേക്ക് കൊണ്ടുപോകും. അതായത് ചേട്ടനാണെങ്കിലും അങ്ങനെയാണ്. അതായത് ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ഞാനൊന്നും ഇപ്പോൾ പഴയ പോലെ ഒറ്റയ്ക്ക് പുറത്തേക്ക് പോകുന്നത് കുറവാട്ടോ. അപ്പോൾ അത് കാരണം തന്നെ ചേട്ടൻ ഞങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ട് എപ്പോഴും ഉണ്ടാവും. ഇവിടെയുള്ള സമയത്തൊക്കെ നമ്മളെ കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ എന്താ പറയുക, ഞാൻ മാക്സിമം അവർക്ക് വേണ്ടി എല്ലാം ചെയ്ത് കൊടുക്കാൻ നോക്കും. പിന്നെ എനിക്ക് പറ്റാത്ത കേസ് വരുമ്പോൾ ഞാൻ പറയും തന്നെത്താൻ ചെയ്ത് പഠിച്ചോന്ന്. പിന്നെ ഉണ്ണീനെ ആണെങ്കിൽ ഞാൻ കുറേയൊക്കെ അങ്ങനെ ചെയ്യാൻ ശ്രമിപ്പിക്കുന്നുണ്ട്. അതായത് അവൾക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ അവളെ കൊണ്ട് ചെയ്യിപ്പിക്കാനൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, അത്യാവശ്യം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ അങ്ങനെ വേറെ കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കിടക്കുമ്പോൾ ഈ സ്ക്രീൻ ടൈം ഒന്ന് കുറയും. ടി വി കാണാനോ മൊബൈൽ കാണാനോ ഉള്ള ഒരു സമയവും കുറയും. അപ്പോൾ അതിനു മുമ്പ് ഞാൻ കുറച്ച് നേരത്തെ വാവയ്ക്ക് പോപ്കോൺ വേണമെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കി വെച്ചാട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ടിന്നിലേക്ക് പാക്ക് ചെയ്തെടുത്ത് വെക്കുകയാണ്. പിന്നെ ഇതൊക്കെ കുറേ ടിന്നുകൾ ഓരോന്ന് ഉപയോഗിച്ചിട്ട്, അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാലിയായപ്പോൾ എല്ലാം കഴുകി വെച്ചതാണ്. ഇനി അത് പുറത്ത് കൊണ്ടുപോയി ഇവിടെ വെച്ച് കുറച്ചൊന്ന് ഉണങ്ങി, ഇനി പുറത്ത് കൊണ്ടുവച്ചിട്ട് ഒന്നും കൂടി ഉണക്കാനായിട്ടാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. അപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ള എൻ്റെ ആ ഒരു പിടിവാശി ഒഴിവാക്കിയപ്പോൾ തന്നെ കുറേ എൻ്റെ കാര്യങ്ങൾ സ്മൂത്തായിട്ടോ. അപ്പോൾ ഇതൊക്കെ ഒതുക്കി വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും റെസ്റ്റ് ചെയ്യാനാണ് പോകുന്നത്. ഇപ്പോൾ വാവ് വരാറായിട്ടുണ്ട്. അപ്പോൾ അവൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അധികം നമുക്ക് വലിയ റെസ്റ്റ് ഒന്നും കിട്ടില്ല. പിന്നെ ഞാൻ അവളെ കിടത്തി ഉറക്കി അവളുടെ കൂടെ കിടക്കും. അങ്ങനെ അമ്മയുടെ സ്വത്ത് വന്നു. അമ്മേൻ്റെ സ്വത്തിന് കാത്തിച്ചാന്നു. കുറുമ്പി പെണ്ണ് ഉച്ചയുള്ളൊക്കെ പോയിട്ട് വന്നല്ലോ. ബാഗ് സാധനങ്ങളൊക്കെ പകുതി വഴിയിൽ വലിച്ചു വാരിയിട്ട് ഷൂവും കൂടി ഉരാണ്ട് അമ്മേനെ അന്വേഷിച്ച് വന്നല്ലേ. ഒരു കാര്യം കാണിച്ചു തരുന്നു. അമ്മയ്ക്ക് അമ്മയുടെ മോൻ എന്തോ കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. ദൈവമേ, ഇതെന്തിട്ട് ചെയ്തേക്കണേ? 1 2 3 ആണ് എഴുതിയേക്കുന്നത്. 1 2 10 9 തെറ്റി. 9 ഈ എഴുതിയില്ല. 5ൻ്റെ അവിടെ 2 ഈ എഴുതി. 2 3 4 5 6. പിന്നെന്താ എഴുതിയേക്കുന്നത്? യാ, നമ്മുടെ കുട്ടി പഠിച്ചൊരു കുട്ടിയുണ്ട് വീട്ടിൽ. ഇതെവിടെ കിട്ടിയേ? സ്കൂളിൽ വെച്ചിട്ട് നിൽക്കായിരുന്നല്ലേ. എന്നിട്ട് രാവിലെ സ്കൂളിൽ പോകാൻ നേരത്ത് സ്ലേറ്റ് തപ്പിയിട്ട് കാണാല്ലേ? സ്ലേറ്റ്